അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അത്ഭുതകരമായിട്ടുള്ള ഒരു അമൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഞാനൊരു കാര്യം പറയാട്ടോ, ഈ ഒരു അമലിൻ്റെ പവർ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഈ ഒരു അമലിൻ്റെ അടിയിൽ എത്ര കമൻറ്റുകളാണെന്നറിയോ, ആഗ്രഹങ്ങൾ നിറവേറിയെന്ന് പറഞ്ഞു വന്നിട്ടുള്ളത് ആയിരക്കണക്കിന് കമൻറ്റുകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും ഈ ഒരു അമലിനെ ചെയ്യാനും ഇതിൻ്റെ ഈ ഒരു ഫലം കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ഇരുളടഞ്ഞു കിടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രകാശമാക്കി തീർക്കാനും തൗഫീക്ക് നൽകട്ടെ എന്നീ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, റമദാൻ 10-ന് മുമ്പായിട്ടോ 15-ന് മുമ്പായിട്ടോ നിങ്ങൾക്ക് ഈ ഒരു അമലിനെ നീയത്ത് വെച്ചിട്ട് എണ്ണം തെറ്റാതെ ചൊല്ലി തീർക്കാൻ കഴിയുകയാണെങ്കിൽ ഇതിൻ്റെ ഫലം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക തന്നെ ചെയ്യും. എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു അമലിനെ നീയത്ത് വെക്കുന്നത്, ആ ഒരു ആവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം അറിവുകൾ ഇനിയും നമുക്ക് അറിയിച്ചു തരാൻ തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആളുകൾ ഇത്തരം വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നറിയാം. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ്, കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു പ്രത്യേക തരം അമലാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കട്ടെ. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഞാൻ ഇത്തരത്തിൽ പുതുതായി ഇടുന്ന വീഡിയോസ്, ഉപകാരമുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. നമുക്കതിലേക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല. ഈ ഒരു ആഗ്രഹം എപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്ന് കൂടിയത് എന്ന് ചിലപ്പോൾ നമുക്കറിയില്ല. ആ രീതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകില്ലേ. എത്രയോ ആളുകൾ, എത്രയോ പ്രവാസികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്നുമില്ല, എനിക്ക് നാട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യയോടൊപ്പം, മക്കളുടെ ഒപ്പം, എൻ്റെ ഉമ്മാൻ്റെ ഒപ്പം, എൻ്റെ ഉപ്പാൻ്റെ ഒപ്പം ഈ കടങ്ങളൊക്കെ ഒന്ന് വീട്ടിട്ട് വന്ന് നിന്നാൽ മതി. ഒരു സ്വസ്ഥത വേണം, സമാധാനം വേണം, ഒന്ന് ഉറങ്ങിയിട്ട് കാലങ്ങളായി എന്ന് പറയുന്ന എത്ര പ്രവാസി സുഹൃത്തുക്കളുണ്ടെന്നറിയോ. ഓരോരുത്തരും ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നി പോകട്ടെ. കാരണം റബ്ബേ, അവരുടെയൊക്കെ കാര്യങ്ങളൊന്ന് നേരെയായി കൊടുത്തിരുന്നെങ്കിൽ. കാരണം വല്ലാത്ത സങ്കടം തോന്നും. കാരണം 15-18 വർഷമായിട്ട് പ്രവാസ ജീവിതത്തിൽ വർഷത്തിൽ ഒരു മാസം ലീവിന് നാട്ടിലേക്ക് വരിക. എന്തായാലും അവരുടെ ജീവിതം രാവിലെ നീക്കുക, പല്ല് തേക്കുക, കുളിക്കുക, പിന്നെ ജോലിക്ക് പോകുക, വീണ്ടും വീട്ടിലേക്ക് ഒരു 10 മിനിറ്റ് വിളിച്ചു, പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു 1.5 വർഷം അവരിങ്ങനെ തള്ളി നീക്കണില്ലേ. വല്ലാത്ത ഇടങ്ങേറാണ് ആലോചിക്കുമ്പോൾ തന്നെ അല്ലേ. അപ്പോൾ ഇത്തരം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഭാര്യമാർക്കോ അവരുടെ ഉമ്മമാർക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി അവർക്ക് കഴിയെങ്കിൽ അവർക്കും ചെയ്യാവുന്നതാണ് അല്ലേ. പിന്നെ ഞാൻ ഈ ഒരു അമൽ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ നീയത്ത് വെക്കേണ്ടത് എന്താണെന്നറിയോ. ആദ്യം നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ നീയത്ത് വെക്കല്ലേ. നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും നിങ്ങൾ നീയത്ത് വെക്കുക. ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ. അവർക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു അമൽ തന്നെയാണ് ഇത്. കാരണം ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ കാണാനും സാധിക്കും. അതേപോലെ തന്നെ കടം കൊടുത്ത് കിട്ടാത്ത വ്യക്തികൾ, നമ്മുടെ ജീവിതത്തിലെ പ്രകാശം നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവുമല്ലോ, കുടുംബജീവിതം തകർന്നിരിക്കുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടോ, എങ്ങനെയാണെന്നറിയാം, അവരുടെ കല്യാണം കഴിഞ്ഞത് മുതൽ അല്ലെങ്കിൽ അവർ എൻ്റെ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ എൻ്റെ വീട്ടിലൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ഇടങ്ങേറ് തോന്നിപ്പോകാറുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ ഒരാളെ മാത്രം അങ്ങനെ പറയാൻ പാടില്ല. ഒക്കെ പടച്ചവൻ്റെ തീരുമാനമാണ്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നാളെ അതിക്കും ഭംഗിയായിട്ട് അതിക്കും നല്ല കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ ഇട്ട് തരും. ഇന്ന് നമുക്ക് റബ്ബ് ഒരു പ്രയാസം തന്നു എന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ നല്ല രീതിയിൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള പ്രകാശം, പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് നൽകും. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും നിങ്ങൾ ഇടങ്ങേറാകാതിരിക്കുക. റബ്ബേ, എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ പ്രയാസം എന്ന് വിചാരിച്ച് നിങ്ങൾ ഇടങ്ങേറാവണ്ട. എല്ലാ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. അതിൻ്റെ ഉത്തമമായിട്ടുള്ള സമയത്ത് റബ്ബ് അത് നമുക്ക് നൽകുക തന്നെ ചെയ്യും. പടച്ചോൻക്കറിയൂലേ നമ്മൾ എത്രയും കഷ്ടപ്പെടുന്നുണ്ടെന്ന്. നമ്മൾ റബ്ബിൻ്റെ അടിമയല്ലേ. റബ്ബിനോട് പൊറുക്കാനാകാൻ പറ്റാത്ത തെറ്റുകളൊന്നും നമ്മൾ എന്തായാലും ചെയ്തിട്ടില്ലല്ലോ.
ചെയ്തിട്ടുണ്ടാകും, കള്ളം പറഞ്ഞു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ സന്തോഷത്തിന് വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും 1-2 തമാശ രൂപേണയുള്ള കളവുകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാകും. അതിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. എന്താണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യവും ക്ഷമിക്കുന്നവനല്ലേ. നമുക്ക് ക്ഷമിച്ച് തന്നതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് തരും. ഇത് ഞാൻ വെറുതെ പറയുന്നൊരു കാര്യമല്ല അല്ലേ. കാരണം പടച്ചോനക്ക് ഇഷ്ടമാണ് പടച്ചോനോട് കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളൊരു ദിവസം കുറഞ്ഞത് ഒരു 100 തവണ അല്ലെങ്കിൽ ഒരു 101 തവണ നമ്മൾ പരിശുദ്ധമായിട്ടുള്ള ഞാരിയത്ത് സ്വലാത്തില്ലേ, ആ സ്വലാത്തിന് നിങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ ചൊല്ലി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്ന് പറയുക, ഒരു കാറ്റിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇത് ഞാൻ വെറുതെ പറയല്ലേ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന ആ ഒരു അമലുണ്ടല്ലോ, അത് നമ്മുടെ മടവൂർ ഷെയ്ഖ് ഉണ്ടല്ലോ, CM വലിയുല്ലാഹി, അവിടത്തേക്ക് 21 തവണ പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഫാത്തിഹ ഉണ്ടല്ലോ, ഈ ഫാത്തിഹ സൂറത്തിനെ നിയ്യത്ത് വെച്ച് ഓതാണ് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു അമല് നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും. നമ്മളിങ്ങനെ നിയ്യത്ത് വെക്കുക, റബ്ബേ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഞാനൊരു 21 ഫാത്തിഹ നമ്മുടെ CM വലിയുല്ലാഹി മടവൂർ തങ്ങളുടെ പേരിൽ ഹദിയ ചെയ്യാണ്, നീയത്ത് വെച്ച് ഓതാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ആവശ്യത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ഈ ഒരു മഹാൻ്റെ പ്രതിഫലം കൊണ്ട്, ഈ പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം കൊണ്ട് നീക്കി തരികയും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായിട്ടുള്ള പ്രകാശം അനുഗ്രഹമായിട്ട് എൻ്റെ ജീവിതത്തിൽ വർഷിപ്പിക്കുകയും എൻ്റെ ഈ ഒരു കാര്യത്തെ നേടിയെടുക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണേ പറഞ്ഞിട്ട് മടവൂർ തങ്ങളുടെ പേരിൽ നമ്മൾ നിയ്യത്ത് വെക്കുക. പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഫാത്തിഹ 21 തവണ എണ്ണം തെറ്റാതെ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും ഫോൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കാണാതെ ഓതാനോ ശ്രമിക്കാതിരിക്കുക. നമുക്ക് സൂറത്തുൽ ഫാത്തിഹ അറിയാം, അത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ വേഗത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഓതിപ്പോകാതെ സമയമെടുത്ത് വൃത്തിയോടുകൂടെ ഓരോ അക്ഷരങ്ങളും വ്യക്തമായി കേൾക്കുന്ന രീതിയിൽ നമ്മൾ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ. ഇത്തരത്തിൽ ഓതിയാലുള്ളൂ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫലം ഒന്നുകൂടെ വലുതാകുള്ളൂ. കഴിയുമെങ്കിൽ എന്നല്ല, ഉറപ്പായിട്ടും നമ്മൾ ഖുറാൻ നോക്കി തന്നെ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഫോണിൽ നോക്കിയിട്ടും കാണാതെ ഓതുന്ന ആളുകളൊക്കെ ഉണ്ടാകും. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു ഭാഗത്തിരുന്ന് ഒറ്റ ഇരിപ്പിൽ നിങ്ങൾക്ക് ഖുറാനിൽ നോക്കിയിട്ട് കിബിലക്ക് തിരിഞ്ഞിരുന്ന് ഇത്തരത്തിൽ ഓതാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണുക തന്നെ ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. അനുഭവങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കേൾക്കുമ്പോൾ ഇത്തരം അറിവുകളെ നിങ്ങളിലേക്ക് എത്തിച്ചു തരണം എന്ന് തോന്നും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത്, ഈ പരിശുദ്ധ റമളാനിൽ ഉത്തരം കിട്ടും എന്ന് തീർച്ചയുള്ള ഇത്തരം സമയങ്ങളിൽ ഈ അമലുകളൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരാൻ കാരണമല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മനസ്സിലുള്ള മുറാദുകൾ പടച്ചോൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടെ ചെയ്യാം ഇൻഷാ അള്ളാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അമലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. പുതിയൊരു വിഷയമായിട്ട് ഇനി വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. ഈ ഒരു അമലിനെ മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.